ഈ വർഷത്തെ ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാള ചിത്രങ്ങളുടെ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. വിദേശത്തെ ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ ബുക്കിംഗ് ശനിയാഴ്ചയോടുകൂടി ആരംഭിക്കും. ഓഗസ്റ്റ് 20-ന് പൃഥ്വിരാജിന്റെ ഖലീഫയും ദുൽഖറിന്റെ അയം ഗെയിമുമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അയം ഗെയിം സെപ്റ്റംബർ 3-ാം തീയതിയിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഓഗസ്റ്റ് 20-ന് മുൻ നിശ്ചയിച്ച പോലെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഖലീഫയ്ക്ക് സോളോ അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം ഓഗസ്റ്റ് 21-ാം തീയതിയാണ് നിവിൻ പോളി ചിത്രം ബethlehem കുടുംബ യൂണിറ്റും തിയേറ്ററിലേക്ക് എത്തുന്നത്. അമിത നായികയാകുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ഗിരീഷ് ഏടിയാണ്. നസ്ലിന്റെ ഏറ്റവും വലിയ ഹിറ്റായ പ്രേമലുവിന് ശേഷം ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ബethlehem കുടുംബ യൂണിറ്റ്. ഇപ്പോൾ ഖലീഫയുടെയും ബethlehem കുടുംബ യൂണിറ്റിന്റെയും ഓവർസീസിലെ ബുക്കിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഖലീഫയുടെ ബുക്കിംഗ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ആരംഭിച്ചതെങ്കിൽ ബethlehem കുടുംബ യൂണിറ്റിന്റെ ബുക്കിംഗ് ഇന്നലെ ബുധനാഴ്ചയാണ് ആരംഭിച്ചത്. വളരെ കുറച്ച് സ്ക്രീനുകളിൽ മാത്രമാണ് ഈ രണ്ട് ചിത്രങ്ങളുടെയും ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ സ്ക്രീനുകളിലെ ബുക്കിംഗ് ഈ ഞായറാഴ്ചയോടുകൂടി ആരംഭിക്കും. നിലവിൽ ബുക്കിംഗ് ആരംഭിച്ച സ്ക്രീനിൽ നിന്നുള്ള കളക്ഷൻ ഇപ്രകാരമാണ്. ഖലീഫയ്ക്ക് ആദ്യ ദിവസം 2,20,000 രൂപയാണ്. ഖലീഫ 4 ദിവസം കൊണ്ട് 7,35,000 രൂപയാണ് നേടിയത്. അതേസമയം ബethlehem കുടുംബ യൂണിറ്റും UK മികച്ച പ്രീസെയിൽ കളക്ഷൻ തന്നെയാണ് നേടുന്നത്. ആദ്യ ദിവസം 1,60,000 രൂപയാണ് ആദ്യ ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ. ടോട്ടൽ 3 ദിവസത്തെ പ്രീസെയിൽ കളക്ഷൻ 5,10,000 രൂപയാണ്. ഇത് UK മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഖലീഫ 4 ദിവസം കൊണ്ട് 7,35,000 രൂപ നേടിയപ്പോൾ ബethlehem കുടുംബ യൂണിറ്റ് 3 ദിവസം കൊണ്ട് 5,10,000 ആണ് നേടിയിരിക്കുന്നത്. എന്തായാലും രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. കൂടുതൽ സ്ക്രീനിൽ റിലീസ് ഖലീഫ തന്നെയായിരിക്കും. അതുകൊണ്ട് ഖലീഫ തന്നെയായിരിക്കും ലീഡ് ചെയ്യാൻ സാധ്യത. ഇത്തവണത്തെ ഓണം കപ്പ് ആര് തൂക്കുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റായി രേഖപ്പെടുത്തുക.